നമസ്കാരം. ഫയർ റൂമിലേക്ക് സ്വാഗതം. സമീപ നാളുകളിൽ പത്രങ്ങൾ എടുത്താൽ വേദനയോടെ മാത്രമേ ഒരു മാതാപിതാക്കൾക്ക് പത്രത്താളുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. പ്രണയക്കെണികളിൽ ആൺ പെൺ ഭേദമന്യേ നമ്മുടെ മക്കൾ അതിൻ്റെ ചതിയിൽപ്പെടുന്ന, വിഷമിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും തമ്മിലുള്ള അകലം വലുതായത്? എത്ര കാലമായി നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൂട്ടുകാരിയും ഒക്കെ ആരാണെന്ന് അന്വേഷിച്ചിട്ട് എത്ര കാലമായി? നമ്മുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും മിടുക്കരായ യുവതലമുറ പ്രണയക്കിണികളിൽ, പ്രണയത്തിന്റെ കരാളഹസ്തങ്ങളിൽ പെട്ട് ഞെരിഞ്ഞമരുന്ന കാലത്ത് കൂടുതൽ ജാഗ്രത മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എന്താണ് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ സാധിക്കുന്നത്? ഈ വിഷയവുമായാണ് ഫയർ റൂം ഇന്ന് ആരംഭിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒപ്പം സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയ പ്രേക്ഷകർക്ക് ഫയർ റൂമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, അങ്ങ് സാമ്പത്തിക ശാസ്ത്രത്തിൽ, എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ചെയ്തത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും നമ്മൾ ഈ പ്രണയക്കിണികൾ എന്നൊരു വാർത്ത ഒരു മാധ്യമത്തിൽ വന്നാൽ അവിടെ എപ്പോഴും നമ്മൾ കാണുന്നത് പെൺകുട്ടി എന്ന ടൈറ്റിലായിരിക്കും. പെൺകുട്ടികൾക്കുള്ള 100 ഉപദേശങ്ങൾ, പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കെണിയിൽ വീഴാതിരിക്കാൻ പെൺകുട്ടികൾ നടത്തേണ്ട മുൻകരുതലുകളൊക്കെ പലപ്പോഴും സമൂഹത്തിന്റെ ഒരു ആശങ്കയാകാം, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി നിർമ്മിക്കുന്ന ചില ആശങ്കകളാകാം. എന്നിരുന്നാലും അതിൽ ഒരു ഭാഗമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇതിന് ഒരു ജനറിക് വിഷയമായി, ആൺ പെൺ ഭേദമന്യേ എല്ലാവരെയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണല്ലോ. സമീപ നാളുകളിൽ നമുക്ക് എത്രയോ പ്രണയക്കെണികളുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ജാഗ്രത അത് പെൺകുട്ടിക്ക് മാത്രം ഉണ്ടാകേണ്ടതല്ല എന്ന വാദമാണ് അങ്ങ് പറയുക അല്ലേ? അതിന്റെ പശ്ചാത്തലം എന്താണ്? ഓക്കെ, ഈ പ്രണയം എന്ന് പറയുന്നത് പ്രായഭേദമന്യേ, നമ്മൾ മധ്യവയസ്ക അയലൊക്കത്തുള്ള ആളുമായിട്ട് ഒളിച്ചോടി, 4 കുട്ടികളുടെ അമ്മ ഒളിച്ചോടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പ്രായഭേദമന്യേയുള്ള പ്രണയം ഒരു നല്ല വികാരമാണ്. ഇറ്റ് ഈസ് നീതർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നീതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ അതൊരു നല്ലൊരു വികാരമാണ്. കാരണം പ്രണയം ഉള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് തന്നെ, കുടുംബങ്ങൾ നിലനിൽക്കുന്നതുമെല്ലാം. പക്ഷേ ഈ പ്രണയത്തെ മനസ്സിലാക്കാൻ 2 കൂട്ടരും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ അത് ഈ ഇൻഫാക്ച്വേഷനും പ്രണയം രണ്ടാണ്. ഇൻഫാക്ച്വേഷൻ മീൻസ് വെറും ഒരു ആകർഷണം മാത്രമാണ്. അതായത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോടും തിരിച്ച് പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഉണ്ടാകുന്ന ഒരു ആകർഷണം, അത് പ്രണയമല്ല. പക്ഷെ പലപ്പോഴും അത് പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, 10 വയസ്സേ ആയിട്ടുള്ള ഒരു കൊച്ചിനോട് ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ വിവാഹത്തെക്കുറിച്ച്, ഒളിച്ചോടുന്നതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഇഷ്ടം 2 കഴിയുമ്പോഴത്തേക്കും അല്ലേ, അതായത് ഇപ്പം നമ്മളൊരു 10-12 വയസ്സുള്ള ഒരു കൊച്ചിനോട് എങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും ബൈക്ക് വേണം, നല്ല ഹൈറ്റ് വേണം, നല്ല വിഷയായിരിക്കണം. അതേ കൊച്ചിനോട് തന്നെ നമ്മളൊരു കുറച്ചുകൂടി കഴിഞ്ഞൊരു 20 വയസ്സാകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും നല്ല സാമ്പത്തികം വേണം, ജോലി വേണം, അങ്ങനെയൊക്കെ ആയിരിക്കണം സാമ്പത്തികം. അതേ കൊച്ചിനോട് തന്നെ നമ്മൾ അവൾക്കൊരു 24-25 വയസ്സാകുമ്പോൾ ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ അവൾ പറയേ അഫെക്ഷനേറ്റ് നേച്ചർ ആയിരിക്കണം, റെസ്പോൺസിബിൾ ക്യാരക്ടർ ആയിരിക്കണം, മീശയും പോയി, ബൈക്കും പോയി, എല്ലാം പോയി. ദിസ് ഈസ് കോൾഡ് ഇമോഷണൽ ഗ്രോത്ത്. ഈ ഇമോഷണൽ ഗ്രോത്ത് സൃഷ്ടിക്കുന്ന ഒരു മച്യൂരിറ്റിയിലാണ് നമുക്ക് പ്രണയത്തെ നല്ല രീതിയിൽ വിലയിരുത്താൻ പറ്റുള്ളൂ. അതുവരെ ഉള്ളതെല്ലാം സിനിമയിൽ കാണുന്നതോ ഭാവന സൃഷ്ടിയോ ഒക്കെയാണ്. അപ്പം ഈ ചാബല്യം ഇവയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് ആണിനും പെണ്ണിനും ബാധകമാണ് കേട്ടോ. പെൺകുട്ടികളോട് നമ്മളിങ്ങനെ മോളെക്കിടയിൽ ഇങ്ങനത്തെ പ്രണയക്കിടയിൽ പെടല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ആൺകുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പഠിപ്പിക്കണം, മോനെ ആരെയും പീഡിപ്പിക്കല്ലേ, ഒരു പെൺകൊച്ചിൻ്റെ കണ്ണുനീരി കുടുംബത്ത് വീഴല്ലേ, ഒരു പെൺകൊച്ച് നിന്നെ പ്രാകാൻ ഇടവരരുതേ. ആ രീതിയിൽ ആൺപിള്ളേരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. കുറച്ചുകൂടെ നാടൻ ഭാഷ പറഞ്ഞാലേ മക്കളെ പോക്സോ പെടരുതെന്ന് പറയണം. ഒരു പക്ഷേ ആ പ്രായത്തിലവർക്ക് പോക്സോ മനസ്സിലാകുക അറിയത്തില്ല. പക്ഷെ നമുക്കിങ്ങനെ പിന്നെ ഏതെങ്കിലും ഒരു കൊച്ചിനോട് ഇഷ്ടം തോന്നി എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ എന്നോട് വെച്ചും പറയും, ഞാനിങ്ങനെ ചോദിക്കും ഫ്രണ്ട്ഷിപ്പൊക്കെ ഓവറാണല്ലോ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ മിസ്. അത്രേ ഉള്ളൂ മിസ്സേ. എൻ്റെ അച്ഛനെ അമ്മനെ വിഷപ്പിക്കുന്ന ഒന്നും
ഞാൻ ചെയ്യില്ല മിസ്സേ, ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ അച്ഛനെയും അമ്മനെ വിഷമിപ്പിക്കുന്ന ഒന്നും അത് റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയാന്ന് പറയും. അതിലും മനോഹരമാണ് അതിന് കാരണം നമ്മളാവുക എന്നുള്ളത്. ആ പുഞ്ചിരിയുടെ പിന്നിലെ കാരണം നമ്മളാവുക. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രണയ ചാബല്യത്തിന്. അല്ലെ, ഇഷ്ടങ്ങൾ വരും, അത് വരും, കടന്നു പോകും. അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകും. പിന്നെ ഇത് ആലോചിച്ച് പിടിച്ചിട്ട് പിന്നെ ആസിഡ് ഒഴിക്കാനും മറ്റതിനൊക്കെ. കാരണം ഒരു പെൺകൊച്ച് ചിലപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഡീൽ ചെയ്തൊരു കേസിൽ ഫസ്റ്റ് ഇയറിൽ അവൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മിസ്സേ, ഇപ്പം അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു. എടാ, ഫസ്റ്റ് ഇയറിൽ അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ നിന്നോട് ഇഷ്ടമായിരുന്നു, സംഭവിച്ച്. പക്ഷെ ഇപ്പം അവൾ കുറച്ചുകൂടി കുറച്ചുകൂടി ലോജിക്കലായിട്ട് റീസണിങ് ഒക്കെ അവളുടെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് ശരിയല്ല, പഠിക്കണം. ഞാൻ പറഞ്ഞു, അവൾ തേർഡ് ഇയർ ആയില്ലേ, ഇപ്പം അവളുടെ മനസ്സിൽ ഇനി PG പോകണം, ഇനി പഠിക്കണം, ഇവളുടെ മനസ്സിൽ. അപ്പം അന്ന് അവൾ എന്നോട് എന്താ തുറന്നു പറയാത്തത്? മിസ്സേ, അത് അവൾ എന്നോട് പറയട്ടെ എന്നെ ഇഷ്ടമില്ലെന്ന്. എടാ, അത് നിന്നോട് തുറന്നു പറയാനുള്ള ഫ്രീഡം അവൾക്ക് ഉണ്ടോ? പറഞ്ഞാൽ ചേട്ടാ നീ അങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അത്ര നീ അതിനെ മനസ്സിലാക്കുക. കാരണം ആൺകുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ന്യൂട്രലാണ്. ഒരു ജെൻഡർ സെൻസിറ്റീവ് രണ്ട് കൂട്ടരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവനും മനസ്സിലാക്കണം, ഇപ്പം അവളിൽ എന്തൊക്കെയോ ചേഞ്ച് സംഭവിച്ചു, അവളുടെ തോട്ട് പ്രോസസ്സ് മാറി. ആ തോട്ട് പ്രോസസ്സ് മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അസറ്റ് മേടിക്കാൻ പോകണ്ടല്ലോ. അതെ, ഇവിടെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വീടിലെ കണ്ണീർ കണങ്ങളായ വീടുകളെ മാറ്റരുത് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ണീർ കണങ്ങളായ 100 കണക്കിന് വീടുകൾ പോയിട്ടുണ്ട്, 100 കണക്കിന് കഥകൾ കേട്ടിട്ടുണ്ട്. ഇത്രയും കാലമായി ഇത്തരം ആളുകളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ എല്ലാ തലങ്ങളിലും അത്തരം ഇടപെടൽ നടത്തുന്ന വ്യക്തി നിലയിൽ എന്താണ് നമ്മുടെ വീടുകളെ കണ്ണീർ കണങ്ങളാക്കി മാറ്റുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് തോന്നുന്നു നമ്മൾ പറഞ്ഞിരുന്നു, യൂത്ത് ഡ്രഗ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇടങ്ങൾ കൊടുക്കണം എന്നുള്ളത്. ഇവിടെയും ഒരു പരിധി വരെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് അവരുടേതായ ഇടങ്ങൾ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു കേസിൽ ഇടപെട്ടു. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മാത്രമാണ് വീട്ടിലുള്ളത്. ആങ്ങളേനെ പാലായിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയി നിർത്തി. സമ്മർ വെക്കേഷൻ 2 മാസം ഈ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പനും അമ്മയും 2 സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയാണ്. അത് കഴിഞ്ഞിപ്പോൾ സ്കൂൾ തുടങ്ങി. അവൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അപ്പനും അമ്മയും ജോലിക്ക് പോകും. ഇവൾ വന്നു കഴിഞ്ഞാൽ 5 മണി തൊട്ട് 4 മണി കഴിയുമ്പോൾ ഇവർ സ്കൂൾ വിടും. 4:30 ആകുമ്പോൾ വീട്ടിൽ വരും. 7 മണി വരെ ഇവൾ ഒറ്റയ്ക്കാം, അപ്പനും അമ്മയില്ല. അപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകത, ആ വീട്ടിൽ TV അനുവദിച്ചിട്ടില്ല. കാരണം ഈ കൊച്ചുങ്ങൾ TV കണ്ട് ഭയങ്കര അപകടത്തിലാണ്. അതിന് പകരം അവരെന്ത് കൊടുത്തിട്ടുണ്ട്? മൊബൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ച് ആരോടും മിണ്ടാനില്ല. അങ്ങനെ അവളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ ഇൻസ്റ്റ അക്കൗണ്ടിലൂടെ ഏതോ ഒരുത്തം വന്നു, അവനുമായിട്ട് പിന്നെ ഇടപാടുകൾ തുടങ്ങി. അങ്ങനെ അതിനകത്ത് പെട്ട് കഴിഞ്ഞപ്പോഴാണ് പാരൻസ് എന്നെ വിളിക്കുന്നത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞിങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവളിങ്ങനെ പറഞ്ഞു വന്നപ്പം എന്നോട് പറഞ്ഞു, സാറേ, എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പകരം ഒരാളെ സംസാരിക്കാൻ കണ്ടെത്താൻ പോകേണ്ടതില്ലായിരുന്നു. ഇനി അവൻ പോയി, അവൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച്, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അവൻ അറിയാം. അവൻ ആ സമയത്ത് ക്ലാസ് കഴിയുന്ന ദിവസമാണ്. എൻ്റെ ആങ്ങളെ എന്നെ എല്ലാ ദിവസവും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഫോണിലേക്ക് പോവില്ലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ഒറ്റയായിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇനി അതല്ല, ഈ മൊബൈൽ വേണ്ട, TV ആണെങ്കിൽ മാക്സിമം അവൾ TV കണ്ട് വല്ല സിനിമയും കണ്ട് പാട്ടും കേട്ട് അവിടെ ഇരിക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവില്ല. പക്ഷേ ഈ സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ കൊണ്ടുപോയി കൊടുത്ത് ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് ഈ അപ്പനോ അമ്മയോ ഒന്ന് സംസാരിക്കാൻ പോലും പോകാതെ അവൾ ഒറ്റയായിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇതിൻ്റെ അപ്പുറത്തെ ലോൺനെസ് ആണ് ആൺകുട്ടികൾ. പെൺകുട്ടികൾ മറ്റുള്ളവരോട് സംസാരിക്കും, ആൺപിള്ളേർ അതുമില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ എന്തിലേക്ക് പോണത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത ഡ്രഗ്സിലേക്കൊക്കെ. അല്ല, ഈ സാറ് പറഞ്ഞതേ ഈ ഏകാന്തതയാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള ഇത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാണ്.
അപ്പോൾ നിന്റെ ഏകാന്തതയിൽ ഞാനിതാ നിറയുകയാണ്. അതാണും പെണ്ണും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യും മേഖലകളിൽ, രണ്ടു കൂട്ടരും ചീറ്റ് ചെയ്യും. അതായത് എല്ലാവരുടെ ഒരു കോമൺ സെന്റൻസ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനിതാ നിനക്ക് സ്നേഹം തരാൻ റെഡിയാണെന്ന് പറയും. അങ്ങനെ പതുക്കെ പതുക്കെ ചാറ്റിങ് കൊടുക്കും. അത് 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങിയില്ലേ, എന്ത് ചെയ്യുക, ഞാനും ഉറങ്ങിയില്ല കേട്ടോ, നമുക്ക് സംസാരിച്ചിരിക്കാം. പിന്നെ അങ്ങനെ വന്നിട്ട് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിമ്പതി പതുക്കെ എമ്പതിയാകുന്നു. ഞാൻ തമാശന് പറയണ്ടേ, എമ്പതി പിന്നെ പതുക്കെ ദമ്പതിയാകുന്നു, പിന്നെ ദമ്പതി സന്തതിയാകുന്നു. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്, ട്രാക്ക് അങ്ങ് പോവുകയാണ്. ഇത് മാതാപിതാക്കളാണ് ഇതൊന്നും അറിയുന്നില്ല. എൻ്റെ കൊച്ചു രാത്രിയിലും 12 മണിക്കും 2 മണിക്കും ചാറ്റിംഗ് ആണെന്നുള്ള കാര്യം പേരൻസ് അറിയുന്നില്ല. ശരിക്കും ആരോഗ്യകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10:30 ആകുമ്പോൾ ഫോൺ കൊണ്ടുവന്നൊരു കോമൺ പ്ലേസിൽ വെക്കുക എന്നുള്ളൊരു പോളിസി എല്ലാ വീട്ടുകാരും എടുക്കണം. 10:30 എല്ലാ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നിടത്തൊക്കെ വിജയം. നമ്മൾ പേരൻസ് ഉൾപ്പെടെ പേരൻസിനും ഉണ്ടല്ലോ. പേരൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും ഏതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും തുടങ്ങുന്നത് ഒരു ഇമോഷണൽ നീഡിൽ നിന്നാണ്. ഫൈനലി എൻ്റെ പിൻസക്സ് ആണ് ഇമോഷണൽ നീഡിൽ നിന്നാണ്. അവിടെ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ഇതുപോലെ ചാറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ മൊബൈൽ ഫോൺ വന്നത് ഒരു വിഷയം തന്നെ. അതൊരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നു, സാധ്യതകൾ വരുന്നു, മറ്റ് ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തുള്ള സമ്പർക്കങ്ങൾക്ക് നമുക്ക് സ്പേസ് ഉണ്ടാകുന്നു, ആ സ്പേസ് ദുരുപയോഗം ചെയ്യുന്നു എന്നത് ക്ലിയർ ആണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും വളരെയധികം പ്രണയം തലയ്ക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കണ്ണീർ കണങ്ങളൊന്നും കേൾക്കാതെ, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ പോകുന്നു. ഇതൊരു ലഹരിയായി മാറുന്നില്ലേ പ്രണയം? ഞാനത് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ഇവിടെ പലവട്ടം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ആളുകൾ അവരത് ഷെയർ ചെയ്യപ്പെടാൻ, അതൊരു ദുരുപയോഗമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യപ്പെടാതെ പോകുന്നില്ലേ? അല്ലെങ്കിൽ അത് പറഞ്ഞു വെക്കാൻ അവർക്ക് ഈ ലോകത്ത് ആരും ഇല്ലാതാകുന്നതാണോ? അതോ അവരുടെ എല്ലാം ബോധം നമ്മൾ ഒന്നും വിചാരിക്കുന്നതിനപ്പുറത്ത് ഈ ബോധമേ മറന്നുള്ള ഒരു യാത്രയാണോ ഇവരുടേത്? പ്രത്യേകിച്ച് ഈ കോടതികളിലൊക്കെ ഇത്തരം ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഈ വിഷമങ്ങളൊന്നും ഇവരെ അങ്ങ് മരവിച്ചൊരു മനസ്സുമായിട്ടാണ് ഈ മാറുന്നത്. അതായത് ഈ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയറിയാം, നമുക്കൊക്കെ നമ്മുടെ പാരൻസ് ഒരു ലഹരിയായിരുന്നു. ഇനി പാരൻസ് കുറച്ച് കടുകട്ടി ടീമുകൾ ഇപ്പം പറയുന്ന പോലെ സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിൽ, കർഷകരൊക്കെ ആണെങ്കിൽ, നാട്ടിൻപുറത്തുകാരാണെങ്കിൽ കുറച്ച് കടുംപിടുത്തക്കാരൊക്കെ ആയിരുന്നായിരിക്കും. അങ്ങനെയുള്ളപ്പം അവിടെ ലഹരിയായിട്ട് ആരുണ്ടാവും അറിയോ? ടീച്ചേഴ്സ് ഉണ്ടാവും. സ്കൂളിൽ ചെന്ന ചേർത്ത് പിടിക്കുന്ന, കൊച്ചിൻ്റെ മുഖം ഒന്ന് വാടിയിരുന്ന് എന്താടി മോളെ നിന്റെ പറ്റിയടാ, എന്താണ് കുട്ടാ നിനക്കെന്ന് പറ്റിയതെന്ന് ചോദിക്കുന്ന അധ്യാപകരുണ്ട്. ഇനി അധ്യാപകരും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. സൊസൈറ്റി ഉണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങൾ, അയലോക്കത്തെ ചേട്ടൻ, അപ്പുറത്തെ അമ്മച്ചി, ഇന്നെന്താടാ അങ്ങനെ വാടി പോണത് നീ? അപ്പോൾ ഇങ്ങനെ കാരണങ്ങൾ തേടും. എന്നിട്ട് വീട്ടിൽ പറയും, അല്ലെങ്കിൽ ചേട്ടാ അവൻ ഇന്നെന്താ വാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അതിനെ വാച്ച് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പനും അമ്മയും ലഹരിയായിരുന്ന ഒരവസ്ഥ, കൂടപ്പിറപ്പുകൾ ലഹരിയായിരുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്കില്ല. ഒരു രീതിയിലും അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക്, അവരെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ വരുന്നത് കൊണ്ട് തന്നെയാണ്. സ്വന്തം അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി, പണ്ട് നമുക്ക് അങ്ങനെയല്ലേ, ടീച്ചർ അടി കിട്ടിയാലും വീട്ടിൽ ചെന്ന് അമ്മേ എനിക്കൊന്നൊരു അടി കിട്ടി, ഇന്ന് ഏത് കൊച്ചു പറയും? ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ബന്ധങ്ങളിലൊക്കെ വല്ലാതെ വിള്ളൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ അമ്മയോട് പറയാൻ പറ്റാതെ ചിലർ മനസ്സിൽ വെച്ചു, ചിലർ അത് ചെന്ന് കാത്തിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരിലേക്ക് എത്താൻ തുടങ്ങി. മനസ്സിലായോ? അതൊരിക്കലും നല്ല ഉപദേശത്തിലേക്ക് പോകാതെ വന്നു കഴിയുമ്പോഴാണ് എവിടെ കണ്ണീര് വരുന്നത്? കുടുംബത്തിൽ കണ്ണുനീര് വരുന്നു, സമൂഹത്തിൽ കണ്ണുനീര് വരുന്നു, സ്വന്തം ജീവിതം കട്ടപ്പുകയിലേക്ക് പോകുന്നു. അതെത്തിക്കഴിഞ്ഞാൽ പോലും ചിലർ മനസ്സിലാക്കുന്നില്ല ഇത് പോയെന്നുള്ള. അപ്പോൾ ഈ ലഹരിയാകല്, അപ്പനും അമ്മയും ലഹരിയാകുന്ന തരത്തിലേക്ക് കുഞ്ഞുങ്ങൾ മാറണം. കുഞ്ഞുങ്ങൾക്ക് തങ്ങളൊരു ലഹരിയാവുന്ന തരത്തിലേക്ക് ആര് മാറണം? അപ്പനും അമ്മയും മാറണം. പണ്ടൊരു ചൊല്ലില്ലേ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മയുടെ മാറിൻ്റെ ചൂടടിച്ച് വളരുന്ന ആൺപിള്ളേരും അപ്പൻ്റെ നെഞ്ചിൻ്റെ ചൂരടിച്ച് വളരുന്ന പെൺപിള്ളേരും ഭൂലോകത്തിൽ എവിടെ കൊണ്ടിട്ടാലും നശിച്ചു പോയില്ല എന്ന് പറയണേ. അപ്പോൾ ഈ അപ്പൻ്റെ ചൂരില്ലേ, അധ്വാനത്തിൻ്റെ മണം, അത് പെൺപിള്ളേരടിക്കണം.
അപ്പം നെഞ്ചത്ത് കിടന്ന്, അതിനർത്ഥം എന്താ? നെഞ്ചത്ത് കിടന്ന് വളരണം. അമ്മയുടെ മാറിൻ്റെ ചൂട് എന്ന് പറഞ്ഞ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ അല്ലെങ്കിൽ +2 പഠിക്കുന്ന തൻ്റെ മകനെ, അല്ലെങ്കിൽ അവൻ എത്ര വലുതായാലും അവനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ നെഞ്ചിൻ്റെ ചൂര്, അമ്മയുടെ മാറിൻ്റെ ചൂര്, അവൻ കുഞ്ഞുനാളിൽ അമ്മയുടെ മാറിക്കിടന്ന് പാല് കുടിച്ച സമയത്ത് അനുഭവിച്ച ചൂട് അവൻ വീണ്ടും ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുമ്പോൾ പക്ഷേ സാറ് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ലോ, സാറ് പറഞ്ഞ പോയിന്റ് താത്വികമായിട്ട് വളരെ ശരിയാ. ഇപ്പോഴത്തെ ജനറേഷന് ഈ മാതാപിതാക്കള് അവരുടെ പ്രശ്നങ്ങളോ അവരുടെ ഈ പറഞ്ഞ ജോലി ചെയ്തത് ക്ഷീണമോ തളർച്ചയോ ഒന്നും വിഷയമല്ല. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ കുറച്ച് കുട്ടികളെയും കൊണ്ട് ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് ഇങ്ങനെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഒരു കോളേജിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ മതി. ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കൊട്ടിപ്പാടി പോവുകയാണ്. ജയ് ബോലോ ജയ് ബോലോ ഭാരത മാത ജയ് ബോലോ അതൊക്കെ ഒരു കൊട്ടിപ്പാടിപ്പാടും. അപ്പം ഞാൻ അവരിൽ നിന്നൊരു 10 അടി മാറി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ആകെ ഒരു വർക്കേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ബെഡിൻ്റെ അടുക്ക ചെല്ലുക, ഡോണ്ട് സ്പീക്ക് ബട്ട് ലിസൺ. ആ വ്യക്തി, ആ പ്രായമായ മനുഷ്യന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക എന്ന് പറയും. 1 മണിക്കൂർ കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഓറഞ്ചൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഈ പിള്ളേർക്ക് പാട്ടുമില്ല, കുട്ടുമില്ല, ഒന്നുമില്ല. ഭയങ്കര സൈലൻസ്. അങ്ങോട്ട് പോയതുപോലെ തന്നെ ഞാൻ 10 അടി അകലെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നടക്കുക. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ 2 കുട്ടികൾ പറഞ്ഞ് മിസ് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. അവർ നിന്ന് എൻ്റെ കൂടെ നടന്നു. അങ്ങോട്ട് പോയപ്പോൾ മിസ് ഒറ്റയ്ക്കാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒറ്റപ്പെട്ടവരുടെ ദുഃഖം കണ്ടപ്പോൾ ഒറ്റപ്പെട്ടു. എന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ ഉൾപ്പെടെ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ കരയിക്കാനല്ല ഞാൻ കൊണ്ടുപോയത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോയതിന് ഒരൊറ്റ ഉദ്ദേശം എനിക്കുള്ളൂ. ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അപ്പനോടും അമ്മയോടും ഇച്ചിരി നേരം വർത്താനം പറയണം. വേറൊരു ഇതുമില്ല. അപ്പനോടും അമ്മയോടും കൂടെ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. ഇതങ്ങനെയല്ല, സോക്സ് ഒരു വഴിക്കെറിഞ്ഞ് ഷൂസ് ഒരു വഴിക്കെറിഞ്ഞ് അവൻ മുകളിലിട്ട് കയറി ഗാഡ്ജറ്റ്സും എടുത്ത് ഇങ്ങനെ ഇരിക്കുമല്ലോ. 1/2 മണിക്കൂർ അവരോട് വർത്തമാനം പറയണം. അപ്പോൾ അതാണ് ഹോംവർക്ക്. കാരണം ഈ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത വീട്ടിൽ നഷ്ടപ്പെടുകയാണ് ഈ സംസാരിക്കണം എന്നുള്ളത്. കാരണം ആർക്കും നേരമില്ല. പിള്ളേരുടെ ഭാഗത്ത് നിന്ന്, യൂത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ അതിന്റെ മറുവശം പറയും. ഞാൻ മറുവശം പറയുന്നത്, അപ്പനും അമ്മയും ഈ പിള്ളേരെ കേൾക്കാൻ ഇരുന്ന് കൊടുക്കണം. സമയമുണ്ടോ? അതാണ് ചോദ്യം. അവര് ഇപ്പം എന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് സെമിനാറിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു. അവൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ, മമ്മിയോട് ഞങ്ങൾ പ്രേയറിന് ഇരിക്കുന്ന സമയത്തെങ്കിലും സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കാനാണ് പറഞ്ഞു. ഒന്ന് പറയുമെന്ന് ചോദിച്ചു അങ്കിള്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വർക്ക് ഫ്രം ഹോമാണ്, മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അപ്പൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ 7 മണിയോ 7 എന്താവും. അപ്പോഴത്തേക്കും പിള്ളേർ രണ്ടും അവിടെ ഇരുന്ന്, അവരുടെ കാറ്റഗറിസം ടീച്ചർ ഒരു സിസ്റ്ററാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ ഫോർമേഷനിൽ പോകുന്നതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പ്രേയറിനകത്തൊന്നും ഒരു കോംപ്രമൈസ് വരുന്നില്ല. അപ്പോൾ അവർ പ്രേയറിന് പോയിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ വർക്കാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും ഞാൻ 10-250 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ പിന്നീട് ഒരു ദിവസം 2 പേരുള്ള ദിവസം അന്വേഷിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ഈ യൂത്തിൻ്റെയും കുട്ടികളുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും അവരുടെ മുമ്പിലേക്ക് ഒരു ഇടം കൊടുത്തുകൊണ്ട് കടന്നു വന്ന് അവിടെ സംസാരത്തിന് അവരെ കേൾക്കാൻ ആദ്യം നിന്ന് കൊടുക്കേണ്ടത് അവർക്ക് ജന്മം നൽകി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരിക്കലും ഒരു പെങ്കൊച്ചെന്നോട് പറഞ്ഞേ, എൻ്റെ അമ്മ എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ ബൈബിൾ വായിക്കുമെന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അതിനെന്താ പ്രശ്നമുണ്ട് ടീച്ചറെ? അമ്മ ബൈബിൾ വായിക്കണേ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ മറ്റു പലതും വായിക്കാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയണേ, ഇപ്പം ഞാൻ അനുസരിക്കും, പക്ഷെ ഒരു സമയം വരും. ഡിജിറ്റൽ കാലം വന്നപ്പോഴും പേരൻസ് കുറെ കൂടി ബിസി ആയെന്ന് തോന്നുന്നു. അത് TV എല്ലാ കാലത്തും നമ്മൾ സീരിയൽ എന്നൊക്കെ പറയും. ഇപ്പൊ എനിക്ക് പേരൻസിന് പോലും സീരിയൽ മടുത്തു തുടങ്ങി. അവരും ഈ OTT പ്ലാറ്റ്ഫോമിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ചാറ്റിലേക്കും എല്ലാവരും ഫേസ്ബുക്കിലേക്കും വരുന്നു. ഫോണുകൾക്ക് പുതിയ തലമുറ ഇൻസ്റ്റാഗ്രാമില്, പഴയ തലമുറ മുഴുവൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും. മാത്രമല്ല ഈ അബദ്ധ വാർത്തകളൊക്കെ കൺസ്യൂം ചെയ്യുന്നതിൽ അവര് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ പഴയ പാരമ്പര്യം ഉണ്ടല്ലോ, അതെങ്കിലും ഒന്ന് നിലനിർത്തി പറയുന്നത് പോലെയുള്ള നമുക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ ഒരു കാലത്ത് നമ്മുടെ അയൽവക്കങ്ങളിൽ ഉള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ ഇടമുണ്ടായിരുന്നു. ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു അവിടെയും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരാളുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു. അതൊരു അയൽവക്കം പോലും ആകണം. നാട്ടിലുള്ള ആളുകൾ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു.
നമ്മൾ ഇന്ന് അതിനെ വിളിക്കുന്നത് പേര് സദാചാര പോലീസിംഗ് എന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ജാഗ്രതകൾ പോലും നമ്മൾ മോശമായി ഒരു കുട്ടിയെക്കുറിച്ച് ഒരു കമന്റ് പറയുന്നത് പോലും, അല്ലെങ്കിൽ കമന്റ് വെച്ചാൽ ആ അർത്ഥത്തിലല്ല, ഇവനെ ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു, തിയേറ്ററിൽ വെച്ച് കണ്ടു എന്നൊക്കെ നമ്മൾ ഒരു റിപ്പോർട്ടിംഗ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ടീച്ചർ എന്ന നിലയ്ക്ക് നല്ല നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളല്ലേ. അപ്പം അതില്ലാതാകുന്നതും അല്ലെ, അങ്ങനെയുള്ള ഒരു സ്പേസിനെ പോലും നമ്മൾ അതൊരു മോറൽ പോലീസിംഗ് എന്നുള്ള വാക്കായി അതിനെ അതിന്റെ കാണുന്നു. പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ഈ സദാചാര പോലീസിന്റെ പിന്നിലൊരു സൈക്കോളജി ഈ കൊച്ചിനെ രക്ഷിക്കുന്നതിനേക്കാളേറെ എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ യൗവനകാലത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കൂടി അതിൻ്റെ ഒരു സൈക്കോളജിയുടെ ഒരു വശമുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഒരു വലയത്തിനകത്ത്, ഒരു ന്യൂക്ലിയസിനകത്ത് നമ്മൾ പെടണം. മാതാപിതാക്കൾ, ടീച്ചേഴ്സ്, നേരത്തെ സാറ് പറഞ്ഞ പോയിന്റ്സാണ്, സൊസൈറ്റി. ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടവർ ഇവരൊക്കെയാണ്. അപ്പം അവർ എനിക്ക് തരുന്ന കരുതലും സ്നേഹവും പരിഗണനയും ഒക്കെ മനസ്സിലാകാതെ വരുമ്പോഴാണ് ആരാ എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട്, പണ്ട് എവിടെ വായിച്ചതുപോലെ 2 ദിവസം ആശുപത്രിയിൽ പോയി കിടന്നിട്ട് നോക്കായിരുന്നു ആരൊക്കെ എന്നെ കാണാൻ വരുമെന്ന്. ഒരുതരം പ്രോബ്ലം ആണല്ലോ, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണല്ലോ. ഈ ഒരു ദയനീയ സൈക്കോളജിക്കൽ അവസ്ഥയിലേക്ക് ഇവർ എത്തുന്നു. മറിച്ച് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ അങ്ങനത്തെ ഒരു സൊസൈറ്റി. പ്രിവിലേജ് എന്നുള്ള വാക്ക് ഞാൻ കടുപ്പമായി പോയി. അങ്ങനെയുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരാൾ, അല്ലെങ്കിൽ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലം, ഈ ഒരു അന്തർമുഖനായി ജീവിക്കുന്ന ഒരു പശ്ചാത്തലം, ഇൻട്രോവേർട്ട് ആയ ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും നമുക്ക് ഇതേ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെ സമൂഹമല്ലേ ചേർത്ത് പിടിക്കേണ്ടത്, സംവിധാനങ്ങൾ ചേർത്ത് പിടിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ സഭാ സംവിധാനത്തിൽ പോലും അങ്ങനെ നമ്മൾ കുട്ടികളെ സിസ്റ്റേഴ്സിന്റെയും വൈദികരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാകാം. പക്ഷെ അത് അങ്ങനെയുള്ളതിനൊരു കളക്റ്റീവ് കൺസെൻസ് നമ്മുടെ ഇടയിലുണ്ടോ? അതായത് ഒരു എഫക്റ്റീവ് ചോയ്സസ് എടുക്കാൻ ഇവരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ. അപ്പോൾ ചിലരൊക്കെ സ്വയം തേടും, ചില ക്ലാസ്സിൽ പോയിരിക്കും, ചില സെമിനാർ അറ്റൻഡ് ചെയ്യും. കൺസ്ട്രക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ചോയ്സസ് എടുക്കാൻ ഒരാളുടെ തെരഞ്ഞെടുപ്പുകളാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ പറയാമല്ലോ, അയ്യോ താങ്കളുടെ സുഹൃത്തിനെ കുറിച്ച് എന്നോട് പറയൂ, ഞാൻ താങ്കളുടെ സ്വഭാവത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇവർ ഈ പറഞ്ഞ വീട്ടിൽ ബ്രോക്കൺ ഫാമിലിയാന്ന് വിചാരിക്കും. അപ്പം ഈ ബ്രോക്കൺ ഫാമിലിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചേറിൽ നിന്നാ ചെന്താമര ഉണ്ടാകുന്നത്. നെഗറ്റീവ് സിറ്റുവേഷൻസിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അതൊരു ഇടവക കേന്ദ്രീകരിച്ചൊക്കെ ആയിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടല്ലേ? നമ്മുടെ ഈ സംവിധാനങ്ങൾ വളരെയധികം നമുക്കുണ്ടല്ലോ. ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇടവക കേന്ദ്രീകരിച്ച് പറയാം. ഒരു നാട് എന്ന് പറയുമ്പോൾ ചെറിയ വാർഡ് തലങ്ങളിൽ ചില കൾച്ചറൽ സ്പോർട്സ് ഫോറംസ് ഒക്കെ ഉണ്ടല്ലോ, വായനശാലകള്, ലിറ്റററി ക്ലബ്ബുകള്, ഇടവക കൂടാതെയുള്ള ചില അങ്ങനെയുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലായിടത്തും പറയുന്ന ഒരു 4 ബന്ധങ്ങളുണ്ട്. ഒന്ന് ദൈവമായിട്ട്, 2 അയൽക്കാരുമായിട്ട്, മനസാക്ഷിയായിട്ട്, പ്രപഞ്ചമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 4 ബന്ധങ്ങൾ ഒരാളെ ആ ഒരു ബന്ധത്തിൽ നമ്മൾ ഫോം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ, പാരൻസ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു ഫെയിലിയർ മുമ്പേ സംഭവിച്ചാൽ അയൽവാസികൾ എന്ന് പറയപ്പെടുന്ന ചുറ്റുവട്ടമുള്ളവർ നിൽക്കുക. അതുകൊണ്ടാണ് അയൽക്കാർ എന്ന നൈബേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഇവിടെ ഒരു പാളിച്ച വന്നാലും തീർച്ചയായിട്ടും ആ വ്യക്തി, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, ഒരു കാരണവശാലും അവളുടെ ട്രാക്കിൽ നിന്ന് പോവില്ല. അപ്പം മൂന്നാമത്തെ, ഇനി അഥവാ അങ്ങനെ ഒരു ചലനം വന്നു കഴിഞ്ഞാൽ, ഒരു വൈബ്രേഷൻ വന്നാൽ, മനസാക്ഷി എന്ന് പറയുന്ന അടുത്ത ബന്ധം കിടക്കുവാണേ, ആ മനസാക്ഷിയിലേക്ക് നോക്കും. അപ്പോൾ ആ സ്വരത്തിലേക്ക് നോക്കുമ്പോൾ നോ 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 എന്ന് കേൾക്കുമ്പോൾ ഒരു കാരണവശാലും പോവില്ല. അതും ഇനി അവിടെ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കും. അപ്പോൾ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ടെങ്കിലേ ഇത് കണ്ടെത്താൻ പറ്റൂ, ഇത് വളരാൻ പറ്റൂ. അപ്പോൾ ഈ ബന്ധത്തിൽ വളർത്തണം ഈ പിള്ളേരെ. നമ്മുടെ തലമുറയെ അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ 4 ബന്ധത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ, അല്ലെങ്കിൽ ആഴപ്പെടുത്തി വളർത്താൻ പറ്റിയ, പൊതുവെ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റം നമുക്ക് കാണാം. ഇനി അഥവാ ഒരിക്കലും ഒരു പാളിച്ച പറ്റിയാൽ പോലും ഉണ്ടല്ലോ, പെട്ടെന്ന് സത്യം തിരിച്ചറിയുന്നു, തിരിച്ചു വരുന്നു. അവരൊന്നും അറിയാതെ, ആർക്കും ഒരു വേദന പോലും കൊടുക്കാതെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ സമൂഹവും ഒരുങ്ങണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവെ സമൂഹം ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നേരത്തേക്കാളൊക്കെ മാറി വരുന്നുണ്ട്, സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പ്രണയക്കണികൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു സ്നേഹവലയത്തിന്റെ ഉള്ളിൽ, അത് നമ്മുടെ മാതാപിതാക്കളും ദൈവവും അയൽക്കാരും നമ്മളും എല്ലാം ചേരുന്ന ഒരു സ്നേഹവലയത്തിന്റെ ഉള്ളിൽ ആകുക, ആ സ്നേഹവലയത്തിന്റെ ഉള്ളിലാക്കാൻ നമ്മുടെ മക്കളെ മാതാപിതാക്കൾക്ക് സാധിക്കുകയാണ് എങ്കിൽ, മറ്റാശങ്കകളൊന്നുമില്ലാതെ ധൈര്യപൂർവം ആ മക്കളുടെ ഭാവിയെ നമുക്ക് കണ്ടുകൊണ്ട്
സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ആ സ്നേഹവലയങ്ങൾ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ചാ വിഷയമാകേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ ജാഗ്രത മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.